ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ KPSTA സ്വദേശ് മെഗാ ക്വിസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ പഠിക്കുന്നത്. ഇത് 2024 സ്കൂൾ തലം UP വിഭാഗം ക്വസ്റ്റ്യൻ പേപ്പറാണ്. സ്വദേശ് മെഗാ ക്വിസിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ ചാനലിലൂടെ നൽകിയിട്ടുണ്ട് കേട്ടോ. 2024 സ്റ്റേറ്റ് ലെവൽ വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് വിട്ടിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വന്ദേമാതര ഗാനം പാടി പുഞ്ചിരി തൂകിക്കൊണ്ട് തൂക്കുമരത്തിലേക്ക് നടന്ന മലയാളിയായ സ്വാതന്ത്ര്യ സമര സേനാനി ആരായിരുന്നു? ആൻസർ വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇതിനോട് കണക്റ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ പറയാം, അതൊക്കെ മക്കൾ എഴുതിയെടുക്കണം കേട്ടോ. വന്ദേമാതര എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജി, സംസ്കൃത ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത് അല്ലേ. ആനന്ദ മഠത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യന്, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഝാൻസി റെജിമെന്റിന് നേതൃത്വം വഹിച്ചത് ആരായിരുന്നു? ആൻസർ ക്യാപ്റ്റൻ ലക്ഷ്മി. ഒന്നാമത്തെ ക്വസ്റ്റ്യന്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ലളിതമായി അവതരിപ്പിച്ചിട്ടുള്ള ഒരു മലയാള ഗ്രന്ഥമാണ് K തായാട്ടിൻ്റെ നാം ചെങ്ങല പൊട്ടിച്ച കഥ. ഗ്രന്ഥകാരൻ്റെ പൂർണ്ണനാമം എന്താണ്? ആൻസർ തായാട്ട് കുഞ്ഞനന്ദൻ. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ന്യൂഡൽഹി. 5. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ ആദ്യമായി എത്തിയ മദർഷിപ്പിൻ്റെ പേരെന്ത്? ഉത്തരം സാൻ ഫെർണാണ്ടോ. അടുത്ത ക്വസ്റ്റ്യന്, വീശിയെത്തുന്ന കുളിർ കാറ്റുപോലെ, ദളമർമ്മരം പോലെ, പ്രശാന്തമായ പ്രവാഹം പോലെ, തേനരുവി പോലെ, അത്രയും ഹൃദ്യം മധുരം വശ്യം. ആരുടെ പ്രസംഗത്തെയാണ് K തായാട്ട് ഇങ്ങനെ വിശേഷിപ്പിച്ചത്? ആൻസർ ഗാന്ധിജിയുടെ. 7ാമത്തെ ക്വസ്റ്റ്യന്, വൈക്കം സത്യാഗ്രഹ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരള സന്ദർശനം നടത്തിയ വർഷം ഏത്? 1925. ഗാന്ധിജി 5 പ്രാവശ്യമാണ് കേട്ടോ കേരളത്തിൽ വന്നിട്ടുള്ളത്. 2024 ലോക T20 ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ പ്ലെയർ ഓഫ് ദ സീരീസ് ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരമാര്? ആൻസർ ജസ്പ്രീത് ബുംറ. 9ാമത്തെ ക്വസ്റ്റ്യന്, ഗാന്ധിജിയുടെ അറസ്റ്റിനു ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? അബ്ബാസ് ദയ്യാബ്ജി. കരിയിലയിൽ വീണ കനിൽത്തരി എന്ന് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഏത് സംഭവത്തെയാണ് K തായാട്ട് വിശേഷിപ്പിച്ചത്? ആൻസർ ബംഗാൾ വിഭജനം. 11ാമത്തെ ക്വസ്റ്റ്യന്, ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? ബാബ ആംതെ. ഇതിൻ്റെ യഥാർത്ഥ പേര് മുരളീധരൻ ദേവദാസ് ആംതെ. 12. രക്തം പുരണ്ട ഈ അധ്യായം ഞാനിനി വലിച്ചു നീട്ടുന്നില്ല. ഏത് സംഭവത്തെക്കുറിച്ചാണ് നാം ചെങ്ങല പൊട്ടിച്ച കഥയിൽ ഇങ്ങനെ വിവരിക്കുന്നത്? ആൻസർ ജാലിയൻ വാലാബാഗ് സംഭവം. നടന്നത് 1919. റൗലറ്റ് നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ് നടന്നത്. അതിനെ കരി നിയമം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. 13. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ മലയാളി? ഉത്തരം C ശങ്കരൻ നായർ. 14. 2024 ഒളിമ്പിക്സിന് വേദിയായ സ്ഥലം ഏത്? പാരീസ്. 15ാമത്തെ ചോദ്യം, 18ാം ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് ആരാണ്? രാഹുൽ ഗാന്ധി. 16. ഇന്ത്യ വിൻസ് ഫ്രീഡം, ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു, ഈ കൃതി രചിച്ചത് ആരാണ്? മൗലാന അബുൽ കലാം ആസാദ്, ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി. നാം ചെങ്ങല പൊട്ടിച്ച കഥ എന്ന പുസ്തകത്തിന് അവതാരിക എഴുതിയത് ആരായിരുന്നു? ആൻസർ NV കൃഷ്ണവാര്യർ. 18ാമത്തെ ക്വസ്റ്റ്യന്, കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ആൻസർ ജവഹർലാൽ നെഹ്റു. 19. യുനെസ്കോയുടെ ലോക സാഹിത്യ നഗരം പദവി ലഭിച്ച ഇന്ത്യയിലെ ഏക നഗരം ഏതാണ്? കോഴിക്കോട്. 20. ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ ആദ്യമായി പ്രസിദ്ധീകരിച്ച ട്രസ്റ്റിൻ്റെ പേരെന്ത്? ആൻസർ നവജീവൻ ട്രസ്റ്റ്. ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ ഗുജറാത്തി ഭാഷയാണ് കേട്ടോ. ടൈം ബ്രേക്കർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. 1. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ദിനപത്രത്തിൻ്റെ പേരെന്താണ്? ആൻസർ നാഷണൽ ഹെറാൾഡ്. 2. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ തൂക്കിലേറ്റപ്പെട്ട വർഷം ഏത്? 1857. ഒന്നാമത്തെ ക്വസ്റ്റ്യന്, 1897 ജനുവരി 23 ഒറീസയിലെ കട്ടക്കിൽ ജനിച്ച് പിന്നീട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രമുഖനായി മാറിയ നേതാവ് ആരായിരുന്നു?
ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യന്, ആകാശം മിഠായി എന്നത് ആരുടെ സ്മാരകത്തിൻ്റെ പേരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. 5, നീല വിപ്ലവം ബ്ലൂ റവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യോൽപാദനം. മക്കളെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനിയും ക്ലാസ്സുകൾ നൽകുന്നതായിരിക്കും. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.